ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 4ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണട്ടെ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അന്നത്തെ ദിവസം ഒരു 4:30 ആകുമ്പോൾ തന്നെ അത്താഴത്തിന് എണീച്ചിട്ടുണ്ട് കേട്ടോ. എണീച്ചിട്ട് കിച്ചണിൽ പോയപ്പാട് ഫസ്റ്റ് തന്നെ പുട്ടെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചായ വെച്ചു, പിന്നെ കറിയെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം ചൂടാക്കി. അന്ന് അത്താഴത്തിന് നെയ്ച്ചോറുണ്ട്, ബീഫ് കറിയുണ്ട്, പിന്നെ പോള, പാല്, പിന്നെ പുട്ട്, പിന്നെ തലേന്ന് നോമ്പറക്കുമുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അന്നത്തെ അത്താഴം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം രാവിലെ ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞു കേട്ടോ. അടിക്കലും തോർത്തലും ഭാരമെല്ലാം ഉണ്ടായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 12 മണിയായിട്ടുണ്ട്. 12 മണിയാകുമ്പോൾ ഞാനിതാ അന്ന് ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രി നോമ്പറന്നിട്ടാകുമ്പോൾ കഴിക്കാനായിട്ട് ദോശയും ചെമ്മീൻ ചാറും ഇട്ടാ തേങ്ങ അരച്ച് വെച്ച കറിയില്ല അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കൻ ഉണ്ടായിട്ടാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ചിക്കൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കോയപ്പം ചൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരിയെല്ലാം കുതിർത്ത് വെച്ച് ചെമ്മീനെല്ലാം മുറിച്ചിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഒരു 4 മണിയാകുമ്പോൾ വൈകുന്നേരം കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. വന്നപ്പാടനെ കോഴിയപ്പത്തിൻ്റെ റെഡിയാക്കി എടുക്കലാന്ന്. അങ്ങനെ ഇതാ കോഴിയെല്ലാം വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് അപ്പം ചൂടാനുള്ളതാണ്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജീരകപ്പൊടിയെല്ലാം ചേർത്ത് വേവിച്ചെടുക്കലാണ്. അങ്ങനെ ചിക്കൻ വേവുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ചെമ്മീൻ കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കലാണ്. ഇതാ ചിക്കൻ വെന്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെമ്മീൻ കറി അരച്ച തേങ്ങയിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചെമ്മീൻ കറിക്ക് അരച്ച് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് പിന്നെ കറിവേപ്പിലയും തക്കാളിയും പച്ചമുളകെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരപ്പും ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചെമ്മീൻ കറി വെക്കാനുള്ള കാരണം ഇവിടെ ചേച്ചി പച്ചമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പൂതി, പച്ചമാങ്ങ ഇട്ടിട്ട് ചെമ്മീൻ ചാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെമ്മീൻ ചാറ് വെച്ചിന്. പക്ഷേ മറന്നുപോയി, പച്ചമാങ്ങ ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജ് എന്തോ തുറന്ന് നോക്കുമ്പോൾ ഒരു പച്ചമാങ്ങ കാണുമ്പോൾ വിചാരിക്കുന്നത് പച്ചമാങ്ങ ഇടാൻ മറന്നുപോയി എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ബിസ്യം പറഞ്ഞിട്ട് എടുത്തൊക്കെ എത്തി. അങ്ങനെ ചിക്കനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇറക്കി വെച്ചു. അതിന് ശേഷം ഇതാ ചെമ്മീൻ കറി തിളപ്പിച്ചെടുക്കലാന്ന്. അങ്ങനെ ചെമ്മീൻ കറിയെല്ലാം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഇതാ ദോശക്കുള്ളതെല്ലാം അരച്ചെടുക്കലാന്ന്. അരി ചേർത്ത് കൊടുത്തു മിക്സിൻ്റെ ജാറിൽ. പിന്നെ ഉള്ളി, പിന്നെ കുറച്ച് ചോറ്, പിന്നെ തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കലാന്ന്. ഇനി ഇതാ ദോശക്കുള്ളത് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഒരു പ്രാവശ്യം അരി അരച്ചെടുത്തിട്ടോ, 2 പ്രാവശ്യം അരക്കാനുണ്ടായിന്. അങ്ങനെ അത് കറി തളിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിലേക്ക് ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്ത് അതിന് ശേഷം രണ്ടാമത്തത് ഇറക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. അതിൻ്റെ ചിക്കനും അതിൻ്റെ വെള്ളവും വേറെ വേറെ ആക്കി എടുക്കലാണ് കേട്ടോ. അതിൻ്റെ വെള്ളം ആവശ്യമുണ്ട്. ആ വെള്ളത്തിലേക്ക് കടലപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ മല്ലിയില, പിന്നെ കറിവേപ്പില ചേർത്തിട്ട് ഇങ്ങനെ ഒരു നല്ല മൈദൻ്റെ ഒരു മിക്സാക്കി എടുക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ട്. എന്നിട്ട് ചിക്കൻ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കോഴിയപ്പം. ഇങ്ങനെ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മുട്ടപ്പം ചുടുന്നുണ്ട് കേട്ടോ. മുട്ടയെല്ലാം പൊങ്ങി വെച്ചിട്ടുണ്ട്. അതിനുള്ള സവാളെല്ലാം മുറിച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ സവാളെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് അതിന് മസാല ആക്കി എടുക്കലാണ്. അതിനായിട്ട് ഇതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ഇട്ട് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടാ. അങ്ങനെ മുട്ടപ്പത്തിൻ്റെ ഫില്ലിങ് അതുകൂടെ റെഡി ആയിക്കോളും. പിന്നെ എല്ലാവർക്കും എങ്ങനെ നോമ്പൊക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ മുട്ടപ്പത്തിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉള്ളി വജക്കെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഉള്ളി വജക്കെല്ലാം എല്ലാം റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന ഉള്ളി വജ, പിന്നെ മുട്ടപ്പം, കോഴിയപ്പമാണ് കേട്ടോ. ഇത് ഉള്ളി വജക്കുള്ളതാണ്. അങ്ങനെ ഉള്ളി വജക്കുള്ളത് റെഡിയാക്കി എടുത്തു. ഇനി അപ്പം ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കോഴിയപ്പം ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിനെടുക്കുന്ന മമ്മി പിന്നെ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ജ്യൂസായിട്ട് ഉണ്ടാക്കുന്ന ബത്തക്ക ജ്യൂസ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, മാംഗോ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ കോഴിയപ്പെല്ലാം ഫ്രൈ ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കൂടുതലൊന്നും അപ്പം ഉണ്ടാക്കിയിട്ടാ. പിന്നെ നോമ്പറന്നിട്ട് തിന്നാനില്ല. പിന്നെ അവിടെ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ എന്തോ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കഴിക്കാനും പാങ്ങുണ്ട്, പിന്നെ ബാക്കിയാവുന്നില്ല. അങ്ങനെ കോഴിയപ്പം ഫ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ മുട്ടപ്പത്തിനുള്ള റെഡിയാക്കി എടുക്കുന്നുണ്ട്. കോഴിയപ്പം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനെടുക്കുന്ന മുട്ടപ്പത്തിനുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. മുട്ടേൻ്റെ ഉള്ളിൽ ഫില്ലിങ് എല്ലാം വെച്ച് കൊടുക്കലാണ്. അങ്ങനെ കോഴിയപ്പം ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഉള്ളി വജ ചുട്ടെടുക്കലാണ്. ഉള്ളി വജയൊക്കെ കേട്ടോ ആവശ്യത്തിലേ ചുട്ടെടുത്തിട്ടുള്ളൂ. കുറേ ഒരുപാടൊന്നും ചുട്ടെടുത്തിട്ടാ. അങ്ങനെ എന്താ ഉള്ളി വജയും ചുട്ട് കഴിഞ്ഞു കേട്ടോ. അതിന് മുട്ടപ്പം ചുട്ടെടുക്കലാണ്. മുട്ടപ്പം ചുടുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് കേട്ടോ. തെറിക്കും പൊട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് അതിങ്ങനെ പിന്നെ മുട്ട മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വൈറ്റ് ഭാഗം മുകളിലോട്ടേക്കും പിന്നെ മസാല വെച്ചിട്ട് അത് അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഫ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ബത്തക്കല ജ്യൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബത്തക്കല മമ്മി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബത്തക്ക ജ്യൂസ് റെഡി ആയിട്ടാ. ഇനി മുസമ്പി ജ്യൂസെല്ലാം കൊടുക്കുന്ന കുറച്ച് മുന്നേ ആണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ അത് കഴിക്കും. പിന്നെ ഷെയ്ക്ക് പിന്നെ കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ കേട്ടോ. മൻസൂർ ചാന്നത് ഉണ്ടാക്കലും ഷെയ്ക്ക് എപ്പോഴും മൻസൂർ ചാന്നിട്ട് ഉണ്ടാക്കലും. അങ്ങനെ ഇതാ
ഷെയ്ക്കിനുള്ള മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുസമ്പിക്കുള്ള മുസമ്പിയുടെ തൊലി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവെക്കാനാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെ അപ്പം ടേബിളിൽ കൊണ്ടുവച്ചതിന് ശേഷം ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇനി ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഫ്രൂട്ട്സ് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് അപ്പോൾ എല്ലാം അങ്ങ് റെഡിയാക്കി വെച്ച്. പിന്നെ ഇനി ഓറഞ്ച് ജ്യൂസാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓറഞ്ച് ജ്യൂസെല്ലാം ആക്കി എടുക്കുന്നത്. അങ്ങനെ ഇത് ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മനസ്സൂർച്ച വന്നിട്ട് ഷെയ്ക്ക് ആക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിന് അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. അങ്ങനെ ബാങ്കെല്ലാം തുറന്നിട്ട് അതിനെല്ലാവർക്കും കൂടി നോമ്പ് മുറിക്കലാണ്.